ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 71 സങ്കീർത്തനം 12 വാക്യം പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ, എൻ്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഭക്തനായ മനുഷ്യൻ്റെ ഹൃദയാഭിലാഷമാണ് ഈ വരികൾക്കകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്നോട് അകന്നിരിക്കരുത്. ഈ തിരുവചനം നാം ധ്യാനിക്കുമ്പോൾ നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്കറിയാം, ജീവിതത്തിൽ പലപ്പോഴും പലരും നമ്മെ വിട്ട് അകന്നു പോകുന്ന അനേകം സന്ദർഭങ്ങൾ നമുക്ക് പറയുവാനായി കഴിയും. എന്നാൽ നമ്മെ സ്നേഹിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത മഹാദൈവം നമ്മെ വിട്ട് അകന്നു പോകുമോ? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഏതെങ്കിലും സന്ദർഭത്തിൽ അകൽച്ചയുണ്ടാകുവാൻ സാധ്യതയുണ്ടോ? ചിലരുടെയെങ്കിലും ഒക്കെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ട്, കൊടുക്കാവുന്നത് മുഴുവനും ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം പ്രസാദിക്കുകയും അടുത്തിരിക്കുകയും ചെയ്യും. എന്നാൽ ഒന്നും കൊടുക്കാതെ വരുമ്പോൾ ദൈവം കോപിക്കുകയും ദൈവം അകലുകയും ചെയ്യും. എന്നാൽ തിരുവചനം പറയുന്നത് ഒരിക്കലും അങ്ങനെ അകലുന്ന ദൈവമല്ല. എന്നാൽ ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത്. തിരുവചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപത്തിൻ്റെ പ്രവൃത്തികൾ അഥവാ പാപം പരിശുദ്ധരായ ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്നു. പ്രിയരെ, ഭൂമിയിൽ ശ്രേഷ്ഠകരമായ അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ ദൈവത്തോടടുത്തിരിക്കുന്നതാണ്, ദൈവവുമായി ചേർന്നിരിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും പല സമയങ്ങളിലും പാപം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റാറുണ്ട്. ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. ദൈവം നമുക്ക് സമീപസ്ഥനായി തീരണമെങ്കിൽ, ദൈവത്തോട് പറ്റിച്ചേർന്ന ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേയുള്ളൂ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ നാം തീരുമാനമുള്ളവരായി മാറണം. നിശ്ചയമായും ദൈവത്തോട് നമ്മൾ അടുത്തിരുന്നാൽ യാതൊരു തരത്തിലുള്ള പൈശാചികമായ പോരുകളും നമ്മെ തകർത്ത് കളയാതെ വണ്ണം കൃപ നമ്മെ പൊതിയുകയും സൂക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്നോട് അകന്നിരിക്കരുത്. ഇന്ന് രാവിലെ നാമും ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം പുനഃപരിശോധിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എന്തുകൊണ്ടാ സങ്കീർത്തനക്കാരൻ അകന്നിരിക്കരുതേ എന്ന് പറയുന്നത്? അതിന് തൊട്ടു മുൻപുള്ള 11 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം, ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിപ്പീൻ, വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ഒരു കൂട്ടം പേർ ചുറ്റും നിന്നിട്ട് അഥവാ ശത്രു സൂക്ഷ്മമായി നോക്കുമ്പോൾ
ദൈവം ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ അഥവാ ദൈവവുമായി അടുത്തിരിക്കാത്തൊരവസ്ഥയിലേക്ക് ആത്മീയ ജീവിതം മാറ്റപ്പെട്ടിരിക്കുകയാ. ഇത് ശത്രുവിന് സന്തോഷത്തിന് കാരണമായി. എന്താ കാര്യം? ദൈവത്തോടടുത്തിരിക്കുന്നിടത്തോളം കാലം പിന്തുടർന്ന് പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരവസരം വീണ് കിട്ടിയിരിക്കുന്നു എന്ന് ശത്രു ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് പിടിക്കേണ്ടതിന്. ആമേൻ. ഇന്ന് പകൽ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കൊതിയോടെ നോക്കുന്ന പൈശാചിക ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയരെ, പിന്തുടർന്ന് പിടിക്കാതിരിക്കേണ്ടതിന് നാം ദൈവത്തോട് അടുത്തിരിക്കണം. ആമേൻ. എന്നിട്ട് പറയുകയാ, വെടിവിപ്പാൻ ആരുമില്ല എന്ന് ശത്രു പറയുകയാണ്. അപ്പോൾ ദൈവത്തോടടുത്തിരിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന 2 അനുഗ്രഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന്, പിടിക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. പിന്തുടരാം, പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, അവനെ ഏത് പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കേണ്ടതിന് ദൈവം സദാ ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തോടടുത്തിരിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? രണ്ടാമത്തെ കാര്യം പറയുന്നു, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഭാരങ്ങളോ അസമാധാനങ്ങളോ ഇന്ന് രാവിലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ പറയാമോ, എന്നെ സഹായിക്കണമേ. മറ്റാരെക്കാളും സമീപസ്ഥനായിട്ട് ഈ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന നല്ല മണിക്കൂറുകളായി തീരട്ടെ. ബലമുള്ള ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? വലിയ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം ദൈവത്തോട്. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവശക്തി അത്യധികമായി ഇറങ്ങുന്നത് കൊണ്ട് നന്ദി. കൃപ മേൽ കൃപയായി തിരുക്കരമനുകൂലമായി നീട്ടണമേ. ദൈവത്തോടടുത്തിരിക്കുന്ന നല്ലൊരാത്മിക അനുഭവം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രദാനം ചെയ്യും. തിരുസാന്നിധ്യം കൂടെ ഇരിക്കും, അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.